ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരി വേവിക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരിയും ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് ഇത്തിരി ബട്ടറും ഇട്ട് സ്പൈസസും ഇട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാവുന്നതാണ് കേട്ടോ. ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് നമുക്ക് സവോള കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത്തിരി കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ പൊടികളാണ് ചേർക്കുന്നത്. ഞാനിവിടെ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത്. ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ കറിക്കകത്ത് കുറച്ച് മസാലകൾ, മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് തന്നെ നമ്മുടെ റൈസും കൂടി ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ അടുത്തത്. അപ്പം നമ്മൾ അതിട്ട് കൊടുത്ത് നമ്മൾ ഒരൊറ്റ ലെയർ എടുക്കുന്നുള്ളൂ. സവോളയൊക്കെ വറുത്തതും ഇട്ടു, കാഷ്യൂ ഇട്ടു, കിസ്മിസ് ഇട്ടു, മല്ലിയില ഇട്ടു. ഇതൊക്കെ ഇട്ട് സെറ്റായി വന്നപ്പോഴത്തേക്കും ബിരിയാണിയുടെ മണം അടിക്കാൻ തുടങ്ങി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.